Hello students, അടുത്ത തിയറം ഫണ്ടമെന്റൽ തിയറം ഓഫ് ഓൾജിബ്ര ആണ്. അപ്പോൾ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. let p of z is a non constant polynomial. പോളിനോമിയൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? p of z എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെഡിലുള്ള ഒരു പോളിനോമിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ് വരുന്ന കോംപ്ലക്സ് വേരിയബിൾ വരുന്ന ഒരു കോംപ്ലക്സ് പോളിനോമിയൽ ആണ്. മറ്റേത് റിയൽ നമ്പേഴ്സ് ആയിരിക്കും അതിന്റെ റൂട്ട്സ് ആയിട്ട് വരിക. ഇവിടെ നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് അതിന്റെ റൂട്ട്സ് ആയിട്ട് വരിക. Be a non-constant polynomial, then the equation p of z equal to 0 has at least one root. അങ്ങനെയാണെങ്കിൽ ഈ പോളിനോമിയലിന് മിനിമം ഒരു റൂട്ട് എങ്കിലും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. That is any polynomial p of z equal to a0 plus a1z plus a2z square plus etc plus an z raised to n. എന്ന് വെച്ചാൽ ഇതൊരു nth ഡിഗ്രി പോളിനോമിയലാണ്, കോംപ്ലക്സ് പോളിനോമിയലാണ്. അതുകൊണ്ടാണ് നമ്മൾ എക്സിന് പകരം z യൂസ് ചെയ്തിരിക്കുന്നത്. ഓഫ് ഡിഗ്രി n ഹാസ് അറ്റ് ലീസ്റ്റ് 1 0 എന്ന് വെച്ചാൽ ഈ പോളിനോമിയൽ ഒരു nth ഡിഗ്രി പോളിനോമിയലിന് മിനിമം ഒരു 0 എങ്കിലും ഉണ്ടായിരിക്കും എന്നാണ് തീരം പറയുന്നത്. That is, there exists at least one point z0 such that p of z0 equal to 0. അപ്പോൾ z0 ആണ് അതിന്റെ റൂട്ട് എങ്കിൽ 0 എന്ന് പറഞ്ഞാലും റൂട്ട് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് കേട്ടോ. റൂട്ടിനെ തന്നെയാണ് 0 എന്ന് പറയുന്നത്. അപ്പോൾ z0 എന്ന് പറയുന്ന ഇതാണ് അതിന്റെ റൂട്ട് എങ്കിൽ p of z0ന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അത് ആ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യും. എന്നിട്ട് p of z0ന്റെ വാല്യൂ നമുക്ക് 0 കിട്ടും. ഓക്കെ, പഠിച്ചിട്ടുള്ളതാണല്ലോ. റിയലിന്റെ കേസിലെ പോലെ തന്നെയാണ് കോംപ്ലക്സിലും വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു nth ഡിഗ്രി പോളിനോമിയലിന് മിനിമം അറ്റ്ലീസ്റ്റ് ഒരു 0 എങ്കിലും ഒരു റൂട്ടെങ്കിലും എക്സിസ്റ്റ് ചെയ്യും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതിന്റെ പ്രൂഫിലേക്ക് പോവാം. പ്രൂഫ് നമ്മൾ ചെയ്യുന്നത് കോൺട്രഡിക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ പ്രൂവ് ചെയ്യാനുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് അസ്യൂം ചെയ്യും. ഓപ്പോസിറ്റ് അസ്യൂം ചെയ്തിട്ട് നമ്മൾ തന്നിരിക്കുന്നതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള തന്നിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് അറൈവ് ചെയ്യും, അതിലേക്ക് റീച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണോ പ്രൂവ് ചെയ്യാനുള്ളത് അതങ്ങനെ അല്ല എന്ന് വിചാരിക്കും. അങ്ങനെ അല്ല എന്ന് വിചാരിച്ച് നമ്മൾ പ്രൊസീഡ് ചെയ്യുമ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് തെറ്റാണ്, ഈ സ്റ്റേറ്റ്മെന്റിൽ തന്നിരിക്കുന്ന ഏതെങ്കിലും കാര്യം തെറ്റാണ് എന്നുള്ളതിലേക്ക് നമ്മൾ എത്തിച്ചേരും. അങ്ങനെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ എത്താൻ പാടില്ല, കാരണം സ്റ്റേറ്റ്മെന്റിൽ തന്നിരിക്കുന്നത് എപ്പോഴും ഹോൾഡ് ചെയ്യണം. അപ്പം അതുകൊണ്ട് നമ്മൾ തിരിച്ചു പറയും, നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തെടുത്താണ് മിസ്റ്റേക്ക്, സ്റ്റാർട്ട് ചെയ്തതാണ് തെറ്റ്. അതുകൊണ്ട് എന്താണോ പ്രൂവ് ചെയ്യാനുള്ളത് അത് ട്രൂ ആണ് എന്നുള്ള കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പം ഇവിടെയാണ് എങ്കിൽ ഇവിടെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 0 ഒരു റൂട്ടെങ്കിലും ഉണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോണത് ഇതിന് റൂട്ടുകളൊന്നുമില്ല, ഒറ്റ റൂട്ട് പോലും ഇല്ല എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ പ്രൂഫ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അവസാനം കിട്ടുന്ന കാര്യം p of z എന്ന് പറയുന്ന പോളിനോമിയൽ ഒരു കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ് എന്നുള്ളതിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ p of z നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ പക്ഷേ p of z എന്താ തന്നിരിക്കുന്നത്? p of z ഒരു നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ എന്നാണ് തന്നിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ p of z ഒരു കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ് എന്നുള്ളതിലേക്ക് എത്തിച്ചേരും. അപ്പോൾ p of z നോൺ കോൺസ്റ്റന്റ് എന്നല്ലേ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കാര്യമാണ് തെറ്റ്. അതായത് p of z ഒരു 0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അതിൽ നിന്ന് പ്രൂവ് ചെയ്യും. അങ്ങനെ പറഞ്ഞു, അതാണ് അവിടുത്തെ ആർഗ്യുമെന്റ് വരുന്നത്. അപ്പം ഇങ്ങനെ പ്രൂഫ് ചെയ്യുന്ന മെത്തേഡുകളെയാണ് നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് അതിൻ്റെ ബാക്കി ആർഗ്യുമെന്റ്സ് ഒക്കെ വരണേന്ന് നോക്കാം. അപ്പം ആദ്യം നമ്മൾ ഇതിന് ഒറ്റ 0 പോലും ഇല്ല എന്നുള്ളതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇഫ് പോസിബിൾ സപ്പോസ് ദാറ്റ് p of z നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ z. അതായത് ഇതിനൊറ്റ റൂട്ട് പോലും ഇല്ല, ഒന്നിലും അത് 0 വരുന്നില്ല. ആൻഡ് നൗ കൺസിഡർ ദ ഫംഗ്ഷൻ f of z ഈക്വൽ ടു 1 by p of z. അങ്ങനെയാണെങ്കിൽ 1 by p of z എന്നുള്ള ഫംഗ്ഷനെ നമ്മൾ f of z ആയിട്ട് എടുത്തു. ഈ 1 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഫംഗ്ഷനാണ്, p of z എന്ന് പറയുന്നത് ഒരു അനലിറ്റിക് ഫംഗ്ഷനാണ്. അപ്പോൾ 1ഉം അനലിറ്റിക് ആണ്, p of z അനലിറ്റിക് ആണ്. ആയതുകൊണ്ട് അതിന്റെ കോഷ്യന്റ് ആയ 1 by p of z അനലിറ്റിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ എൻറ്റയർ ഫംഗ്ഷൻ ആയിരിക്കും. അതായത് f of z ഒരു എൻറ്റയർ ഫംഗ്ഷനാണ്. എൻറ്റയർ എന്ന് പറഞ്ഞാലും അനലിറ്റിക് തന്നെയാണ് മീനിങ്. ഓക്കെ, ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് f of z ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ ആണെന്നാണ്. അതിന്റെ പ്രൂഫ് കുറച്ച് ലെങ്തിയാണ്. f of z ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ ആണെന്ന് കൂടി നമ്മൾ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ആവശ്യമുള്ളതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിരത്തുന്ന ആർഗ്യുമെന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മൾ f of z ബൗണ്ടഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ f of z ബൗണ്ടഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ആദ്യം ഒരു w എടുക്കും. w ഈക്വൽ ടു a0 by z raised to n, a1 by z raised to n minus 1, a2 by z raised to n minus 2 പ്ലസ് എക്സിട്ര an-1 by z എന്നാണ് w എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണോ w എടുക്കുന്നത് അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇതാണ് w ആയിട്ട് എടുക്കുന്നത്. ഇത് w ആയിട്ട് എടുത്താൽ p of z നമുക്ക് p of z എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടല്ലോ? p of z ഈക്വൽ ടു a0 പ്ലസ് a1z പ്ലസ് a2z സ്ക്വയർ പ്ലസ് എക്സിട്ര പ്ലസ് an z raised to n ആണ്. p of z നമുക്ക്
an പ്ലസ് ഡബ്ല്യു ദ ഹോൾ ഇൻറ്റു സെഡ് റേസ് ടു എന്ന് എഴുതാനായിട്ട് പറ്റും. ജസ്റ്റ് ഈ ഡബ്ല്യുവിൻ്റെ വാല്യൂ നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടും. ഇപ്പോൾ an ഇൻറ്റു സെഡ് റേസ് ടു n വരുമ്പോൾ ഈ ടേം an സെഡ് റേസ് ടു n എന്നുള്ള ടേം കിട്ടും. പിന്നെ a0 ബൈ സെഡ് റേസ് ടു n ഇതിലുണ്ടാവും, ഡബ്ല്യുവിലുണ്ടാവും. പിന്നെ ഇൻറ്റു സെഡ് റേസ് ടു n ചെയ്യുമ്പോൾ സെഡ് റേസ് ടു n ക്യാൻസൽ ചെയ്ത് പോയിട്ട് a0 എന്നുള്ള ടേം അവിടെ കിട്ടും. a1 ബൈ സെഡ് റേസ് ടു n മൈനസ് 1 എന്നുള്ള ടേം ഡബ്ല്യുവിലുണ്ടാവും. ഇൻറ്റു സെഡ് റേസ് ടു n ചെയ്യുമ്പോൾ a1 സെഡ് എന്നുള്ള ടേം അവിടെ വരും. പിന്നെ a2 ബൈ സെഡ് റേസ് ടു n മൈനസ് 2 ഉണ്ട്. ഇൻറ്റു സെഡ് റേസ് ടു n എന്നുള്ള ടേം ചെയ്യുമ്പോൾ a2 സെഡ് സ്ക്വയർ അവിടെ വരും. അങ്ങനെ ബാക്കി എല്ലാ ടേം അവിടെ വരും. ഈ ഡബ്ല്യുവിന് ഈ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് പി ഓഫ് സെഡിനെ an പ്ലസ് ഡബ്ല്യു ദ ഹോൾ റേസ് ടു സെഡ് റേസ് ടു എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് then we observe that a sufficiently large positive number r can be found such that for all I equal to 0, 1, 2, 3, etc. up to n minus 1, mod ai by z raised to n minus I is less than mod an by 2n for all z with mod z greater than or equal to r. നമ്മളൊരു റേഡിയസ് ആറിനെ സെലക്ട് ചെയ്യാണ് സച്ച് ദാറ്റ് മോഡ് സെഡ് ലെസ് ഗ്രേറ്റർ ദാൻ ആർ എന്ന് പറഞ്ഞാൽ ആ റേഡിയസിന് പുറത്തുള്ള ഏത് സെഡ് എടുത്താലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിൽ നമ്മളൊരു റേഡിയസ് ആറ്, ഒരു സർക്കിൾ ഓഫ് റേഡിയസ് ആറ് സെലക്ട് ചെയ്യണം. ഇതാണ് കണ്ടീഷൻ. ഇതും നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. മോഡ് ai ബൈ സെഡ് റേസ് ടു n മൈനസ് ഐ ഈസ് ലെസ് ദാൻ മോഡ് an ബൈ 2n എന്നുള്ള കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ആറിനെ നമ്മൾ സെലക്ട് ചെയ്യാണ്. ഇത് എൻറ്റയർ ഫംഗ്ഷൻ ആയതുകൊണ്ട് എഫ് ഓഫ് സെഡ് ഒരു എൻറ്റയർ ഫംഗ്ഷൻ ആയതുകൊണ്ട് ആറ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സെഡുകൾ മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ ആർ എന്ന് പറഞ്ഞാൽ ഈ റേഡിയസിന് പുറത്തുള്ള സെഡുകൾ. അപ്പോൾ അങ്ങനെയുള്ള ഈ റേഡിയസിന് പുറത്തുള്ള ഏത് സെഡ് എടുത്താലും വി ഹാവ് മോഡ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് നമുക്കറിയാം അല്ലേ. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ മോഡുലെസ് വാല്യൂ എടുക്കുക. അപ്പോൾ രണ്ട് കണ്ടീഷനാണ് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടി വരിക. ഒന്ന് ഡബ്ല്യുവിൻ്റെ ഇക്വേഷൻ ഓർത്ത് വയ്ക്കണം, രണ്ട് ഈ കണ്ടീഷനും നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കണം. അപ്പോൾ മോഡ് ഡബ്ല്യു എടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് പ്ലസ് ഓരോന്നിനും മോഡ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്കറിയാവുന്ന കാര്യം ഇതാണ്. ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോഡ് ഓഫ് എ പ്ലസ് ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി എന്നറിയാം അല്ലേ. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ റീസൺ ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. മോഡ് ഓഫ് എ പ്ലസ് ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി. ആ കണ്ടീഷൻ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഓരോന്നിനും നമ്മൾ ഈ ഇൻഇക്വാലിറ്റി മോഡുലെസ് വാല്യൂ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ കണ്ടീഷൻ അവിടെ നമ്മൾ ഓർത്തിരിക്കണം. ദാറ്റ് ഈസ് ലെസ് ദാൻ. ഇനി നോക്കിയേ, ഈ ഓരോന്നും an ബൈ 2n മോഡ് an ബൈ 2n ചെറുതായിരിക്കും. കാരണം ഓരോ ഐകൾക്കും ഇപ്പോൾ a1 ബൈ സെഡ് റേസ് ടു n ഈസ് ലെസ് ദാൻ മോഡ് an ബൈ 2n. അതുപോലെ a2 ബൈ സെഡ് റേസ് ടു n മൈനസ് 2 ഈസ് ലെസ് ദാൻ മോഡ് an ബൈ 2n. ആ രീതിയിൽ വരുന്ന രീതിയിലാണ് നമ്മളിത് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ഓരോ ടേമും ഫോർ i ഈക്വൽ ടു 0, 1, 2, 3, etc. up to n മൈനസ് 1 ഈ ഐയുടെ വാല്യൂ മാറുന്നതിനെല്ലാം ഈ കണ്ടീഷൻ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലെ ഓരോ ടേമിനും പകരം നമുക്ക് ഇതിൻ്റെ അപ്പർ ബൗണ്ടായ ഈ മോഡ് an ബൈ 2n എന്നുള്ള വാല്യൂ വെച്ചിട്ട് അതിനേക്കാളും വലിയ വാല്യൂ ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ തന്നെയാണ് ഇവിടുത്തെ സിമ്പൽ. അപ്പോൾ അതിനേക്കാളും വലിയ ആ വാല്യൂ വെച്ചിട്ട് ഇവർ ഓരോരുത്തരെയും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോന്നിനും പകരം മോഡ് an ബൈ 2n എന്നുള്ള ടേം അവിടെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ എത്ര പ്രാവശ്യം വരും? 0 മുതൽ n മൈനസ് 1 വരെ എന്നുള്ള ഓരോ ടേമിനും വരും അല്ലേ. അപ്പോൾ ഓരോ ടോട്ടൽ എത്രയുണ്ടാവും? n മൈനസ് 1ഉം പിന്നെ 0യും കൂടെ കിട്ടുമ്പോൾ ടോട്ടൽ n ടേംസ് അവിടെ ഉണ്ടാവും അല്ലേ. അപ്പോൾ n പ്രാവശ്യം മോഡ് an ബൈ 2n എന്നുള്ള ടേം അവിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ മോഡ് an ബൈ 2n പ്ലസ് മോഡ് an ബൈ 2n പ്ലസ് മോഡ് an ബൈ 2n അങ്ങനെ n പ്രാവശ്യം വരും. അതിനെല്ലാത്തിനെയും കൂടി ക്ലബ് ചെയ്തിട്ടാണ് n ഇൻറ്റു മോഡ് an ബൈ 2n എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ thus we have mod w is less than mod an by 2. n ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ 2 എന്ന് കിട്ടും. ദിസ് ഹോൾസ് ഫോർ ഓൾ സെഡ് വിത്ത് മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ ആർ. ആർ എന്ന് പറയുന്ന റേഡിയസിൻ്റെ പുറത്ത് കിടക്കുന്ന എല്ലാ സെഡുകൾക്കും ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇനി അതിൽ നിന്ന് നമ്മൾ അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോണത് മോഡ് an പ്ലസ് ഡബ്ല്യു which is greater than or equal to modulus value of mod an minus mod w എന്നാണ്. ഇതെങ്ങനെ എഴുതണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഇക്വാലിറ്റി ഇതാണ്. ഇതിൻ്റെ സൈഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് എഴുതി വയ്ക്കുക. മോഡ് a പ്ലസ് ബി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു
മോഡുലസ് വാല്യൂ ഓഫ് മോഡ് എ മൈനസ് മോഡ് ബി എന്നുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം. മോഡുലസ് വാല്യൂ ഓഫ് എ പ്ലസ് ബി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് വാല്യൂ ഓഫ് എ മൈനസ് മോഡുലസ് വാല്യൂ ഓഫ് ബി എന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതിൽ എയുടെ പ്ലേസിൽ ഇവിടെ എ എന്നും ബിയുടെ പ്ലേസിൽ ഇവിടെ ഡബ്ല്യു ആണെന്ന് മാത്രം. അപ്പോൾ ആ കണ്ടീഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോഡുലസ് വാല്യൂ ഓഫ് എ എൻ പ്ലസ് ഡബ്ല്യു ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് വാല്യൂ ഓഫ് മോഡ് എ എൻ മൈനസ് മോഡ് ഡബ്ല്യു എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ മോഡ് എ എൻ നമ്മൾ അങ്ങനെ തന്നെ എഴുതി. മോഡ് ഡബ്ല്യുവിന് പകരം അതിൻ്റെ ക്വാണ്ടിറ്റി ഗ്രേറ്റർ ദാൻ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് മോഡ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. മോഡ് ഡബ്ല്യു ഈസ് ലെസ് ദാൻ മോഡ് എ എൻ ബൈ ഡബ്ല്യു ബൈ 2 എന്ന്. അപ്പോൾ അതിൻ്റെ ഗ്രേറ്റർ ക്വാണ്ടിറ്റി ആയ മോഡ് എ എൻ ബൈ 2 വെച്ചിട്ട് നമ്മളതിനെ റീപ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മോഡ് എ എൻ മൈനസ് മോഡ് എ എൻ ബൈ 2 എന്ന് പറഞ്ഞാൽ ഹാഫ് മോഡ് എ എൻ എന്നുള്ളത് കിട്ടും. അപ്പോൾ ദിസ് ക്വാണ്ടിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ എൻ ബൈ 2 എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. അടുത്ത സ്റ്റെപ്പ് നമ്മൾ നോക്കുന്നത് ഇതാണ്. മോഡ് പി ഓഫ് സെഡ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും. മോഡ് പി ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ മോഡ് എ എൻ പ്ലസ് ഡബ്ല്യു ഇൻറ്റു മോഡ് സെഡ് റേസ് ടു എൻ. രണ്ടിനും മോഡ് സെപ്പറേറ്റ് കൊടുത്തു. കാരണം മോഡ് എ ബി ഈക്വൽ ടു മോഡ് എ ഇൻറ്റു മോഡ് ബി ആണ്. അപ്പോൾ രണ്ടിനും വേണമെങ്കിൽ പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പോൾ രണ്ടിനും വേണമെങ്കിൽ മോഡുലസ് വാല്യൂ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ മോഡ് എ എൻ പ്ലസ് ഡബ്ല്യു ഇൻറ്റു മോഡ് സെഡ് റേസ് ടു എൻ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ എൻ ബൈ 2. നോക്കിയേ, ഈ മോഡ് എ എൻ പ്ലസ് ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ എൻ ബൈ 2 എന്ന് നമുക്ക് തൊട്ട് മുകളിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഇൻഇക്വാളിറ്റി വെച്ചിട്ട് അതിവിടെ റീപ്ലേസ് ചെയ്യും. മോഡ് എ എൻ പ്ലസ് ഡബ്ല്യുവിന് പകരം മോഡ് എ എൻ ബൈ 2 ഇൻറ്റു മോഡ് സെഡ് റേസ് ടു എൻ എന്നുള്ളത് അവിടെ കൊടുക്കും. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ എൻ ബൈ 2. നമുക്കറിയാം മോഡ് സെഡുകളെല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ ആണ്. അപ്പോൾ മോഡ് സെഡ് റേസ് ടു എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ റേസ് ടു എൻ ആയിരിക്കും. അപ്പോൾ മോഡ് സെഡ് റേസ് ടു എന്നിന് പകരം നമ്മൾ ആർ റേസ് ടു എൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ആർ റേസ് ടു എൻ. ദസ് വി ഹാവ് മോഡ് പി ഓഫ് സെഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ എൻ ബൈ 2 ഇൻറ്റു ആർ റേസ് ടു എൻ എന്ന് കിട്ടും. ഇതൊക്കെ നമുക്ക് ആവശ്യം വരും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ കാൽക്കുലേഷൻസ് എല്ലാം നടത്തി വെക്കുന്നത്. ഇതൊക്കെ സ്റ്റെപ്പായിട്ട് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് എഴുതി തന്നെ പഠിക്കണം. അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് സെഡ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി മോഡ് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ 1 ബൈ മോഡ് പി ഓഫ് സെഡ് ആണെന്നറിയാം. ഓക്കെ, മോഡ് പി ഓഫ് സെഡ് ഈക്വൽ ടു മോഡ് എ എൻ ബൈ 2 ആർ റേസ് ടു എൻ ആണെങ്കിൽ 1 ബൈ എടുക്കുമ്പോൾ എന്താ വരിക? ഈ ഇൻഇക്വാളിറ്റി റിവേഴ്സ് ചെയ്യും അല്ലേ. 1 ബൈ മോഡ് പി ഓഫ് സെഡ് ഈസ് ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് ലെസ് ദാൻ ആവും. അതാണ് ഇവിടെ കിട്ടിക്കുന്നത്, ലെസ് ദാൻ. പിന്നെ ഇതും റിവേഴ്സ് വരും. 2 ബൈ മോഡ് എ എൻ ഇൻറ്റു ആർ റേസ് ടു എൻ എന്ന് വരും. നമുക്കറിയാം റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇൻഇക്വാളിറ്റി റിവേഴ്സ് ചെയ്യുന്ന ആ ഇൻഇക്വാളിറ്റി റിവേഴ്സ് ചെയ്യുന്ന രീതിയിലാണ് മുകളിൽ നിന്ന് ഇതിങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 1 ബൈ മോഡ് പി ഓഫ് സെഡ് ഈസ് ലെസ് ദാൻ 2 ബൈ മോഡ് എ എൻ ആർ റേസ് ടു എൻ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കി ഇപ്പോൾ നമുക്ക് എഫ് ഓഫ് സെഡിന് മോഡ് എഫ് ഓഫ് സെഡിന് ഇവിടെ നമുക്കൊരു അപ്പർ ബൗണ്ടിനെ കിട്ടി. ഫോർ ഓൾ മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ ആർ. ആർ എന്ന് പറയുന്ന റേഡിയസിന് പുറത്തുള്ള ഏത് കോംപ്ലക്സ് നമ്പർ സെഡ് എടുത്താലും മോഡ് എഫ് ഓഫ് സെഡ് അവിടെ ബൗണ്ടഡ് ആണ് എന്ന് കിട്ടി അല്ലേ. അപ്പർ ബൗണ്ടല്ലേ കിട്ടിയത്, അപ്പോൾ അത് ബൗണ്ടഡ് ആണ് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എത്രയും കിട്ടിയിട്ടുണ്ട്. മോഡ് എഫ് ഓഫ് സെഡ് ബൗണ്ടഡ് ആണെന്ന് കിട്ടി. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എഫ് അനലറ്റിക് ആണ് എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. കണ്ടോ, എഫ് ഈസ് അനലറ്റിക് എന്ന് നമ്മൾ എൻറ്റയർ എന്ന് വെച്ചാൽ ഹോൾ കോംപ്ലക്സ് പ്ലെയിനിലത് അനലറ്റിക് ആണ് എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ കുറേ കാൽക്കുലേഷൻ ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ച കാര്യമാണ് മോഡ് എഫ് ഓഫ് സെഡിന് ദാ ഇങ്ങനെ ഒരു ബൗണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അത് ആറിന് പുറത്താണ്, പക്ഷേ എഫ് കണ്ടിന്യൂസ് ആണ്. എഫ് ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഡിസ്കിൻ്റെ ഉള്ളിലും അപ്പോൾ ബൗണ്ടഡ് ആയിരിക്കും എന്നൊരു റിസൾട്ട് ഉണ്ട്. അത് വെച്ചിട്ട് ആ ഡിസ്കിൻ്റെ ഉള്ളിൽ മോഡ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ എന്നുള്ള ഡിസ്കിൻ്റെ ഉള്ളിലും എഫ് നമുക്ക് ബൗണ്ടഡ് ആണെന്ന് കിട്ടും. എഫ് ആ ഡിസ്കിന് പുറത്ത് ബൗണ്ടഡ് ആണെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ വിച്ച് ഈസ് ഇൻസൈഡ് എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് റീജിയൻ ആണ് എങ്കിൽ അതെപ്പോഴും ബൗണ്ടഡ് ആയിരിക്കും എന്നുള്ളൊരു റിസൾട്ട് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഡിസ്കിൻ്റെ പുറത്തും ഡിസ്കിൻ്റെ ഉള്ളിലും നമുക്ക് എഫ് ബൗണ്ടഡ് ആണെന്ന് കിട്ടും. അങ്ങനെ ഹോൾ കോംപ്ലക്സ് പ്ലെയിനിൽ എഫ് ബൗണ്ടഡ് ആണെന്ന് കിട്ടും. അപ്പോൾ ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എഫ് അനലറ്റിക് ആണെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് എഫ് ബൗണ്ടഡ് ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ പ്രീവിയസ് തിയറം ലിയോവില്ലീസ് തിയറം അപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ബൗണ്ടഡും അനലറ്റിക്കും ആണെങ്കിൽ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് എന്നല്ലേ ലിയോവില്ലീസ് തിയറം എന്താ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ എഫും നമുക്ക് കോൺസ്റ്റന്റ് ആണ് എന്ന് പറയേണ്ടതായിട്ട് വരും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യേ.
അടുത്ത വീഡിയോയിൽ ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും.